അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദിവസവും ഓരോ ഹദീസിലൂടെ ഓരോ പുതിയ അറിവ് നേടാം എന്ന വിഷയമാണ് നമ്മുടെ ഈ ചാനലിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 21ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഹദീസ് അബൂ ഫിറാസ് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അബൂ ഫിറാസ് എന്നത് അവരുടെ ഓമന പേര്. റബീഅത്ത് എന്നത് ഗോത്രത്തിന്റെ പേരാണ്. റബീഅത്ത് അദ്ദേഹത്തിന്റെ പേരാണ്. ഇബ്നു കഅബ്, കഅബ് പിതാവിന്റെ പേരാണ്, മകന്റെ പേരാണ് റബീഅത്ത്. അസ്ലമി എന്നതാണ് ഇജാസിലുള്ള ഒരു ഗോത്രമാണ്. ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്ലി സുഫത്തി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു സഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു. എല്ലാ സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്ന് ഖിദ്മത്ത് ചെയ്തിരുന്നു. മിൻ അഹ്ലി സുഫ, സുഫയുടെ അഹ്ലുകാരിൽപ്പെട്ട സഹാബാക്കളുടെ മദീന പള്ളിയിൽ ഇൽമു പഠിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന സഹാബാക്കളിൽപ്പെട്ട ഒരു സഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവർ പറയുന്നു, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാത്രി താമസിക്കാറുണ്ടായിരുന്നു. ഫാതിഹി ബിവളുഇഹി വഹജതിഹി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് wudu എടുക്കാനുള്ള വെള്ളം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. വഹജതിഹി, മറ്റ് ആവശ്യങ്ങള്, വസ്ത്രം, മറ്റുപോലെയുള്ള കാര്യങ്ങളും ഞാൻ എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ ഖിദ്മത്ത് ചെയ്തിരുന്നു. ഫഖാല, അങ്ങനെ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, സല്ലി, നിങ്ങളുടെ ആവശ്യം ചോദിക്കുക എന്നാണ്. എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കുക എന്ന് പറഞ്ഞു. മഫ്ഊൽ കളയപ്പെട്ടാൽ ഉമൂമിനെ ഫായിദ ഒപ്പിക്കുമെന്നാണ്. എല്ലാം ചോദിക്കാമെന്നാണ്. ഇന്ന കാര്യം ചോദിക്കണം എന്ന് പറയാതെ ചോദിക്കൂ എന്ന് പറഞ്ഞാൽ എന്തും ചോദിക്കാം. അങ്ങനെയാണ് നിയമം. മഫ്ഊലില്ലെങ്കിൽ ഉമൂമ് കിട്ടും, എന്തും ചോദിക്കാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, നിങ്ങളെ കാണുന്ന, നിങ്ങളെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിങ്ങളോടൊപ്പമാവണം സ്വർഗത്തിൽ എന്നതിന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസീലത്ത് എന്ന സ്ഥാനമുള്ളതാണ്. വസീലത്ത് എന്ന് പറയുന്ന പദവി അത് മറ്റ് അമ്പിയാക്കൾക്കില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ഒരു ഫളാണ്. ആ ഒരു ഫള് കിട്ടിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാവുക എന്നത് പ്രയാസമാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്,
മുറാഫത്തക ഫിൽ ജന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ആവണം എന്നേ ചോദിച്ചിട്ടുള്ളൂ. തൊട്ടടുത്താവണം എന്നില്ല. കാണണം, കണ്ടുകൊണ്ട് ആസ്വദിക്കണം, സന്തോഷിക്കണം. അതിന് പറ്റുന്ന ഒരു സ്ഥലം സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണം. തങ്ങൾ ചോദിച്ചു, ഇതല്ലാത്ത എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൊൽത്തു, ഞാൻ പറഞ്ഞു, ഹുവദാക, അതന്നെയാണ് ചോദിക്കാനുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് അതന്നെ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. നിന്നോട് ചോദിക്കേണ്ടതല്ല എന്ന് പറഞ്ഞില്ല, പിന്നെന്താ പറഞ്ഞത്? അഇന്നി അലാ നഫ്സിക, എന്നാൽ അഇന്നി, എന്നെ നീ സഹായിക്കണം, അലാ നഫ്സിക, നിന്റെ നഫ്സിന്റെ മേലിൽ കേടായിട്ട്. നിന്റെ നഫ്സ് പല പ്രകൃതിയിലുള്ളതാണ്. അതുകൊണ്ട് നഫ്സിനോട് ജിഹാദ് നടത്തിയാൽ മാത്രമാണ് അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് നിനക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇജ്തിഹാദ് ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഡോക്ടറെ പോലെ, ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ മരുന്ന് എഴുതി കൊടുത്തു എന്നതുകൊണ്ട് രോഗിയുടെ രോഗം സുഖമാവുകയില്ല. പിന്നെ രോഗി എന്ത് ചെയ്യണം? ആ നൽകിയ മരുന്നതിന്റെ കൃത്യമായി കുടിക്കണം. മാത്രം പോരാ, ആ മരുന്നിനും നിർദ്ദേശിച്ചിട്ടുള്ള പഥ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാലിക്കണം. അതുകൊണ്ടാണ് അതിന്റെ സ്ഥാനത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് പഥ്യമുണ്ട്, അത് പാലിക്കണം എന്നാ പറഞ്ഞില്ല. അപ്പൊ കസ്റത്തു സുജൂദ് എന്ന് പറയുന്നത് മർത്തബത്തുൽ ഖുർബ് എത്തിക്കാനുള്ളതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഇഖ്റ സൂറത്തിന്റെ അവസാനം വസ്ജുദ് വഖ്തരിബ്, വസ്ജുദ്, നീ സുജൂദ് ചെയ്യുക, വഖ്തരിബ്, നീ അടുക്കുകയും ചെയ്യുക. സുജൂദ് ചെയ്ത് അങ്ങനെ സുജൂദ് വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും, പ്രവാചകരിലേക്കും അടുക്കാൻ സാധിക്കും. അള്ളാഹുവിനോടും മഹബത്ത് വേണം, പ്രവാചകനോടും മഹബത്ത് വേണമെന്നാണല്ലോ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നോട് ഇത്തിബാഅ് വേണം, അപ്പോഴാണ് അള്ളാഹിന്റെ സ്നേഹം കിട്ടൂ. അപ്പൊ അന്നൽ ഖുർബ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹ്സുലു ഇല്ലാ ബിൽ ഖുർബി മിനല്ലാഹി വ അന്നൽ ഖുർബ മിനല്ലാഹി ലാ യനാലു ഇല്ലാ ബിൽ ഖുർബി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ ഖുർബാനി മുതലാസിമാനി ലം ഫികാക ലിഅദിമാ അനിൽ ആഖിരി അൽ ബത്തത. അല്ലാഹുവിനോടുള്ള അടുപ്പം, സാമീപ്യം, അത് പ്രവാചകരോടുള്ള സാമീപ്യം കൊണ്ടല്ലാതെ ലഭിക്കാൻ സാധ്യമല്ല. എന്നാൽ പ്രവാചകരോടുള്ള സാമീപ്യം ലഭിക്കാൻ അല്ലാഹുവിന്റെ സാമീപ്യവും ലഭിക്കണം. ഈ രണ്ട് സാമീപ്യങ്ങളും അടുപ്പങ്ങളും മുത്തലാസിമാനി, പരസ്പരം ബന്ധിച്ചു കിടക്കുന്നതാണ്. ഒന്ന് മറ്റൊന്നിനെ തൊട്ട് വിട്ടുപിരിയാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഇന്നി, അപ്പോ എന്നെ സഹായിക്കുക, അലാ നഫ്സിക്, നിന്റെ നഫ്സിന്റെ മേലിൽ, ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിച്ചാൽ, ഞാൻ പറയുന്ന ഈ കാര്യം പാലിച്ചാൽ അതും ലഭ്യമാണ് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. പ്രവാചകരെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെങ്കിലും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വളരെ ഉപകാരപ്രദമായ ഹദീസിന്റെ ആശയങ്ങൾ, അതും നമുക്ക് തിരിയുന്ന, നമുക്ക് ഉപകാരമുള്ള ഹദീസുകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുകയാണ്. ഇത്
കേൾക്കുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ലൈക്ക് കേട്ടവരെല്ലാം നൽകുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.